അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിഅയ്ദീനാ ഖല്ലത് ഹീലത്തുനാ ദിരിക്നാ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരവും ആസ്വാദകരവുമാക്കി തരണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ദാമ്പത്യ ജീവിതം ഞങ്ങൾക്ക് നീ വശാരമായി നൽകണേ അല്ലാ. പല ആളുകളും കുടുംബ ജീവിതത്തിൽ പരാജയപ്പെടുന്നവരാണ്. അതിൻ്റെ കാരണം അവരുടെ ലൈംഗിക ആസ്വാദനം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ ലൈംഗിക ജീവിതത്തിൽ അവർക്ക് ആസ്വാദനവും സന്തോഷവും പരസ്പരം തൃപ്തിപ്പെടലും ഇല്ലെങ്കിൽ ആ ദാമ്പത്യ ജീവിതം പരാജയത്തിലാവുകയും പരസ്പരം അകലാനും പിണങ്ങാനും അതുപോലെ തന്നെ കുടുംബജീവിതം തകരാനും അത് കാരണമായി തീരുന്നു. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിവാഹിതനായെന്നറിഞ്ഞപ്പോൾ ചോദിക്കുന്നു, നീ സയ്യിബിനെയാണോ അതല്ല ബിക്റിനെയാണോ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു സയ്യിബായ സ്ത്രീയാണ് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞപ്പോ, അതെന്തേ നിനക്ക് നല്ലൊരു ബിക്റിനെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ, ഒരു കന്യകയെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ? എന്നാൽ നിനക്ക് ദാമ്പത്യ ജീവിതത്തിൽ നന്നായി ആസ്വദിക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് സഹോദരിമാരുണ്ട്. ആ സഹോദരിമാർക്കിടെ ഇടയിൽ നല്ല പക്വതയുള്ള ഒരു പെണ്ണ് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് തിരുനബിയോട് ആ സ്വഹാബി മറുപടി പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാമ്പത്യ ജീവിതം സന്തോഷപൂരിതമാകാൻ വേണ്ടിയുള്ള ചോദ്യമായിരുന്നല്ലേ അതിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം സന്തോഷപൂരിതമാകുമ്പോൾ അത് കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിനും വിജയത്തിനും അത് കാരണമായി തീരുന്നു. എന്നാൽ ചില ആളുകൾക്ക് ദാമ്പത്യ ജീവിതം പരാജയപ്പെടാൻ ലൈംഗികമായ ആസ്വാദനം ലഭിക്കുന്നില്ല. എന്താണ് കാരണം? പലർക്കുമുള്ള ഒരു കാരണം ശീഘ്രസ്ഖലനമാണ്. പെട്ടെന്നുണ്ടാവുന്ന സ്ഖലനം. ഇടകളിൽ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റേയാൾക്ക് യാതൊരു നിലക്കുള്ള സന്തോഷവും ലഭിക്കുന്നില്ല, ലൈംഗികമായ ആസ്വാദനം ലഭിക്കുന്നില്ല. ഒരാൾ അവർ ശീഘ്രസ്ഖലനത്തിലൂടെ അയാളുടെ ആസ്വാദനം അല്ലെങ്കിൽ അവളുടെ ആസ്വാദനം അതോടുകൂടി കഴിയുന്നു. എന്നാൽ മറ്റേയാൾ അവരുടെ ലൈംഗികമായ ആസ്വാദനത്തിലേക്ക് അവർ തുടങ്ങുമ്പോഴേക്ക് മറ്റേയാൾ പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുമ്പോൾ അവിടെ രണ്ടു പേർക്കും അവിടെ സന്തോഷം ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുക. ഇതിനുള്ള പരിഹാരത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. കേട്ടവരെ, ആത്മീയമായി ഇതിനുള്ള പരിഹാരം അൽ അലീമുൽ ഹക്കീം, അൽ അലീമുൽ ഹക്കീം, അൽ ഗനിയ്യു തവ്വാബ്, അസ്സലാമുൽ ബർ എന്ന ഇസ്മുകൾ കുമ്പളങ്ങയിൽ എഴുതി യാ അലീമു, യാ ഹക്കീമു, യാ ഗനിയ്യു, യാ തവ്വാബ്, യാ സലാമു, യാ ബർ എന്ന് 156 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും ചൊല്ലി ഒഴിഞ്ഞുകൊണ്ട് കുഴിച്ചിടുകയാണെങ്കിൽ ഇത് എഴുതുക. എന്നിട്ട് ഇത്രയും പ്രാവശ്യം അത് ചൊല്ലിക്കൊണ്ട് ആർക്കാണോ അസുഖമുള്ളത് ആ അസുഖമുള്ള വ്യക്തിയെ ഇത് ഒഴിഞ്ഞുകൊണ്ട് കുഴിച്ചിടുകയും ആ കുഴിച്ചിട്ട കുമ്പളം അത് നല്ല മൂത്ത് പാകമായ കുമ്പളം ആകുമ്പോൾ അത് കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് തൈകളുണ്ടാവുകയും അത് മുളച്ചു വരികയും ചെയ്യുന്നു. ആ മുളച്ചു വരുന്ന കുമ്പളത്തിൽ നിന്ന്, ഇളവനിൽ നിന്ന് അതിൻ്റെ കായകള് സ്വതക്ക ചെയ്യുകയും ചെയ്യുക. 41 ദിവസം 41 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും കൂട്ടി ഇതേ ദിക്റുകൾ ചെല്ലുകയും ചെയ്താൽ ഇതിന് പൂർണ്ണമായി പരിഹാരമുണ്ടാകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. യാ അലീമു യാ ഹക്കീം എന്നുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ദിക്ർ അത് 41 ദിവസം 41 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഇതിന് പരിഹാരമുണ്ടാവുകയും ചെയ്യും.
ഇപ്പൊ ചെയ്യേണ്ടത് യാ അൽ അലീമുൽ ഹക്കീമുൽ ഗനിയ്യു തവ്വാബ് സലാമുൽ ബർറി എന്ന ഇസ്മ കുമ്പളങ്ങയിൽ എഴുതി ഒറ്റ ഹർഫിലാണ് എഴുതേണ്ടത്. എന്നിട്ട് അത് യാ കൂട്ടിക്കൊണ്ട് യാ അലീം എന്ന് കൂട്ടിക്കൊണ്ട് അത് തന്നെ 150 പ്രാവശ്യം 156 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ച് ഒഴിഞ്ഞ് അത് കുഴിച്ചിടുക. പിന്നീട് 41 ദിവസം ഇത് ആവർത്തിക്കുക. അലീം എന്നുള്ള ദിക്ർ ആവർത്തിക്കുക, 41 പ്രാവശ്യം ആവർത്തിക്കുക. എന്നാൽ സ്ത്രീക്കോ പുരുഷനോ പകലോ രാത്രിയിലോ ഉണ്ടാകുന്ന എല്ലാവിധ പെട്ടെന്നുള്ള സ്ഖലനത്തിൽ നിന്നും ശീഘ്രസ്ഖലനത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും ഭേദമായി സുഖമാകാൻ ഇത് കാരണമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.